കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വെച്ചതിനെ തുടർന്ന് വിവാദം വീണ്ടും ശക്തമാവുകയാണ്. രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ സർക്കാർ ഗവർണറെ പ്രതിഷേധമറിയിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് വിഷയം വീണ്ടും ആളിക്കത്തുന്നത്. ശ്രീ അനന്തപത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50 ആണ്ട് എന്ന സ്വകാര്യ പരിപാടിയിലാണ് ഭാരതാംബയുടെ ചിത്രം വെച്ചത്. ചിത്രം എടുത്തു മാറ്റണമെന്ന് സർവകലാശാല രജിസ്ട്രാറും പോലീസും ആവശ്യപ്പെട്ടിട്ടും സംഘാടകർ വഴങ്ങിയില്ല. SFI നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ സ്ഥലത്തെത്തിയത്. സംഘാടകർ ചിത്രം എടുത്തു മാറ്റാത്തതിനെ തുടർന്ന് സർവകലാശാല ആസ്ഥാനത്ത് വൻ സംഘർഷം അരങ്ങേറി. SFI പ്രവർത്തകർ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചതോടെ പോലീസ് തടഞ്ഞു. ഇത് വലിയ സംഘർഷത്തിന് ഇടയാക്കി. KSU പ്രവർത്തകരും സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിപാടി റദ്ദാക്കിയതായി രജിസ്ട്രാർ അറിയിച്ചു. വിവരം ഗവർണറെ അറിയിച്ചതുമാണ്. എന്നാൽ അപ്രതീക്ഷിതമായി ഗവർണർ പരിപാടി സ്ഥലത്ത് എത്തിയതോടെ സംഘർഷം കൂടുതൽ വഷളായി. ഗവർണർ എത്തിയതോടെ പരിപാടി നടക്കുകയായിരുന്നു. എത്തിയ ഉടൻ വേദിയിലെ ഭാരതാംബ ചിത്രത്തിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഇതിലൂടെ ഭാരതാംബ വിവാദത്തിൽ പിന്നോട്ടില്ലെന്ന നയം ഗവർണർ വ്യക്തമാക്കുകയാണെന്നാണ് വിലയിരുത്തലുകൾ. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ ഇത്തരം പരിപാടികളുമായി മുന്നോട്ടു പോയാൽ ശക്തമായി പ്രതിഷേധിക്കും എന്ന നയവും SFI വ്യക്തമാക്കി കഴിഞ്ഞു. പരിപാടി റദ്ദാക്കിയിട്ടും വേദിയിൽ ഗവർണർ എത്തിയത് SFIയെ വെല്ലുവിളിക്കാനാണെന്ന് നേതാക്കൾ ആരോപിച്ചു. അങ്ങനെയെങ്കിൽ ശക്തമായ പ്രതിഷേധം ഗവർണറെ അറിയിക്കും. അത് ഏത് രൂപത്തിൽ വഴിമാറുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും SFI നേതാക്കൾ പ്രതികരിച്ചു. എന്നാൽ ഗവർണർ നടത്തിയത് SFIയോടുള്ള യുദ്ധപ്രഖ്യാപനം മാത്രമല്ല, സർക്കാരിനോടുള്ള വെല്ലുവിളി കൂടിയാണ്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഔദ്യോഗിക ബിംബങ്ങളല്ലാതെ മറ്റുള്ളവ സർക്കാർ പരിപാടിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാട് ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചത്. മറ്റ് ബിംബങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി എഴുതിയറിയിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പുതിയ വിവാദങ്ങൾ. എന്തിനാണ് സർക്കാരും SFIയും ഭാരതാംബയെ എതിർക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗവർണർ തന്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ. ഭാരതാംബ വിവാദത്തിൽ ഏതു തരത്തിലെ എതിർപ്പുണ്ടായാലും താൻ കച്ചമുറുക്കി അംഗത്തിനൊരുങ്ങിത്തന്നെയാണ് എന്നാണ് ഗവർണർ സൂചിപ്പിക്കുന്നത്. അത് സർക്കാരായാലും SFI ആയാലും താൻ പിന്നോട്ടില്ല എന്ന സൂചനയാണ് റദ്ദാക്കി എന്നറിയിച്ച പരിപാടിയിലെത്തി ആ പരിപാടി നടത്തി ഗവർണർ കാണിച്ചിരിക്കുന്നത്. മറുഭാഗത്ത് SFIയും രണ്ടും കൽപ്പിച്ചാണ്. ആർലേക്കറിൻ്റെ മുൻഗാമി ആരിഫ് മുഹമ്മദ് ഖാനെ തെരുവിൽ നേരിട്ട പോലെ ശക്തമായ പ്രതിഷേധം SFI നടത്തുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്.